ഒബാമ അങ്ങനെ ഇന്ത്യയെ വലയിലാക്കി മടങ്ങിപ്പോയി. ആണവ കരാറിന്റെ വലയിൽ കുരുക്കി നരേന്ദ്രമോദിയെയും സർക്കാരിനെയും പെട്ടിയിലാക്കിയാണത്രേ മോദിയുടെ മടക്കം. വരുമ്പോൾ തന്നെ ഒബാമയുടെ ഗൂഢലക്ഷ്യങ്ങൾ തെളിഞ്ഞ് പ്രകാശിച്ചിരുന്നതാണ്. അവിടുത്തെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ മറവിൽ ഒബാമ ഇന്ത്യയിൽ വന്ന് തന്നെ കാത്തുകെട്ടിക്കിടക്കുന്ന സ്വപ്നമാണ് മോദി നാട്ടിൽ ആരാധകരെ പാട്ടിലാക്കാൻ പങ്കുവച്ചിരുന്നത്. മോദിയെ ആകർഷിച്ചതും ആ സാമ്പത്തിക അവസ്ഥയായിരുന്നുവല്ലോ. സാറിന് സാമ്പത്തിക മാന്ദ്യത്തൊന്നും അറിയില്ല. അമേരിക്കൻ സമ്പത്കര താഴ്ന്നിപ്പോ സെൻസസ് ക്രൂഡോയില് ഒബാമ എന്തിയൊന്നും അറിയാണ്ട് ദിങ്ങനെ നിൽക്ക. സാറേ ഈ താടിക്ക് വരമ്പ് വെക്കണ സമയം കൊണ്ട് ആ പത്രം എടുത്തൊന്ന് ദിങ്ങനെ നോക്കിയാ ഇപ്പൊ ദിങ്ങനെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം കേട്ടാണത്രേ മോദി ഇറങ്ങിത്തിരിച്ചത്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആണവ കരാറിന്റെ പേരിൽ വാളെടുത്ത് വെളിച്ചപ്പാടായ BJP-കാർക്ക് ഇപ്പോൾ മിണ്ടാട്ടമേ ഇല്ല. ഒബാമ ഒരു വേടനായി പറന്നിറങ്ങി ആണവ കരാർ മുതൽ ചേരിചേരാ നയം വരെയുള്ള ഇന്ത്യയുടെ പാരമ്പര്യത്തെ അമ്പെയ്ത് വീഴ്ത്തി. മോദി ചിരിച്ചുകൊണ്ട് ഒബാമയുടെ കൂടെ നിന്ന് വീഴ്ചയ്ക്ക് ആക്കം കൂട്ടി. വേടൻ പറന്നിറങ്ങിയതു മുതൽ തിരിച്ചുപോയത് വരെയുള്ള കഥ ഒന്നൊന്നര കഥയാണ്. നല്ലനം ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേദം കൊടുക്കും കടങ്കഥ ഇക്കഥയ്ക്കുത്തരം തേടുവാൻ കൂടാമോ? ഇല്ലെങ്കിൽ ചൊല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. നീലക്കുരുവികളും ചോലപ്പറവകളും മേടിച്ച കാട്ടിലെങ്ങോ ഒരു വേടൻ വല വിരിച്ചു. ഇത്തിരി വിത്തെറിഞ്ഞു, ഒത്തിരി കൊത്തെറിഞ്ഞു, പക്ഷികൾ വന്നണഞ്ഞു, പാവങ്ങൾ എന്തറിഞ്ഞു. കാലെടുത്തു കൊക്കുടക്കി, കൊക്കെടുത്തു മേലുടക്കി, മറ്റും ചിറകിട്ടടിക്കും ആ പാവങ്ങൾ ആവലക്കുള്ളിൽ കുഴഞ്ഞു പോയി. നീലക്കുരുവികളും ചോലപ്പറവകളും മേടിച്ച കാട്ടിലെങ്ങോ ഒരു വേടൻ വല വിരിച്ചു.
കുരുവികളും ചോലപ്പറവകളും മേടിച്ച കാട്ടിലെങ്ങോ ഒരു വേടൻ വല വിരിച്ചു. ഒബാമയെ യാത്രയാക്കിയതിനു ശേഷം മോദി പലതും ആലോചിച്ചു. അമേരിക്കൻ പ്രസിഡന്റിനോട് കാട്ടിയ സമ്പൂർണ്ണ വിധേയത്വത്തിന്റെ കഥകൾ നാടുനീളെ പാടി നടന്ന് നാട്ടുകാരെ പറ്റിക്കുന്ന ആ നിമിഷങ്ങളാണ് മോദിയുടെ മനസ്സിൽ തിരയിളക്കിയത്. എല്ലാ തിരയിളക്കങ്ങൾക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒരു ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് വരും വരാതിരിക്കില്ല. 2016